ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് ആണ് കേട്ടോ. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണിത്. അപ്പോൾ പൂജ ഹോളിഡേയ്സ് ഒക്കെ അല്ലേ, എല്ലാവരും പൂജ വയ്ക്കലും പൂജ എടുക്കലും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പൂജ എടുത്തിട്ടുണ്ടാവും ഇന്നിപ്പോൾ. അപ്പോൾ പൂജ എടുത്തൊക്കെ കഴിയുമ്പോൾ ഒരു മധുരം കഴിക്കണം എന്നുണ്ടാവില്ലേ. മധുരം കഴിക്കുന്നത് എപ്പോഴും നമ്മൾ പായസമല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ് മധുരത്തിൽ വ്യത്യാസം വരുത്തിയത്. ഇത് നമുക്കൊരു പുഡിംഗ് പോലെ കഴിക്കാം, ഒരു ഡെസേർട്ടായിട്ട് കഴിക്കാം. ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു തണുപ്പുണ്ടാവണം. ചൂടോടെ കഴിച്ചാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്, തണുപ്പിച്ച് കഴിച്ചാൽ വേറൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നിങ്ങൾ തണുപ്പിച്ച് തന്നെ മാക്സിമം കഴിക്കാൻ നോക്കുക. തൊണ്ടയ്ക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇളം ചൂടിൽ കഴിച്ചു നോക്കുക. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പാൽ കൊഴുക്കട്ടയാണ്. പാൽ കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ ഇതെന്താണ് പാൽ കൊഴുക്കട്ട ഇതുപോലെ ഇരിക്കുന്നതെന്ന് ചിന്തിക്കരുത്. പാൽ കൊഴുക്കട്ടയുടെ ഷേപ്പൊക്കെ ഞാനൊന്ന് മാറ്റി കുറച്ച് വ്യത്യസ്തമായ ഷേപ്പിലൊക്കെ ആക്കിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ പാൽ കൊഴുക്കട്ട, ഈ രീതിയിലുള്ള പാൽ കൊഴുക്കട്ട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1.25 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, വറുത്ത അരിപ്പൊടി. നമ്മുടെ ഇടിയപ്പത്തിൻ്റെയോ അപ്പത്തിൻ്റെയോ പത്തിരിയുടെയോ പാകത്തിന് വറുത്ത അരിപ്പൊടി ആയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നൈസായിട്ടുള്ള അരിപ്പൊടി ആയിരിക്കണം, തരിയുള്ള അരിപ്പൊടി പറ്റില്ല. അതിലേക്കായിട്ട് ശർക്കര എടുത്തിരിക്കുന്നത് 200 ഗ്രാം ശർക്കരയാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരുണ്ട ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് 200 ഗ്രാം ശർക്കര എടുക്കുക, അല്ലെങ്കിൽ 1 കപ്പ് ശർക്കര എടുക്കുക നമ്മുടെ മെഷറിംഗ് കപ്പിൽ. അത് 1 കപ്പ് തന്നെ വെള്ളം ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് 1 കപ്പിലും തൊട്ട് താഴെ ഒരു 3/4 കപ്പിന് മേലെ 1/4 പാൽ എടുത്തിട്ടുണ്ട്, 2.5 കപ്പ് 2/2 പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കണം. പൊടി കുഴയ്ക്കുമ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പൊടി കുഴയ്ക്കുന്ന പോലെ ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ, നിങ്ങൾ ഏത് രീതിയിലാണോ ഇടിയപ്പത്തിന് പൊടി കുഴയ്ക്കുന്നത് ആ രീതിയിൽ കുഴയ്ക്കുക. ഞാനിപ്പോൾ തിളച്ച വെള്ളത്തിലാണ് കുഴയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പൊടിയിലേക്ക് ഉപ്പൊക്കെ ചേർക്കാനുണ്ട് നമുക്ക്. നമ്മൾ പൊടി കുഴച്ചെടുക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം പൊടിയിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. 1/4 ടീസ്പൂണിന് മേലെ വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു പൊടിയിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് പൊടി കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അറിയാവുന്ന ആളുകൾ, അറിയാത്ത കുട്ടികൾ മാത്രം ഈ ഒരു പോർഷൻ ഫോളോ ചെയ്താൽ മതി. കുറേ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇടിയപ്പത്തിൻ്റെ പൊടി കുഴയ്ക്കുന്ന രീതിയും എല്ലാം. ആ സെയിം രീതിയിൽ തന്നെ ഞാൻ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് കുഴയ്ക്കാറുള്ളത്. നിങ്ങൾ വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ടാണ് കുഴയ്ക്കാറുള്ളതെങ്കിൽ അങ്ങനെ കുഴച്ചെടുക്കുക. പിന്നെ ചൂടോടെ പൊടി കൈകൊണ്ട് കുഴയ്ക്കരുത്. ഒന്ന് ഇളം ചൂടാകുമ്പോൾ, ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വരുമ്പോൾ പൊടി കുഴച്ചെടുക്കാം. അപ്പോൾ ഒന്ന് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ചൂടൊന്ന് കുറഞ്ഞ് വന്നിട്ട് ഒരു ഇളം ചൂടുള്ളപ്പോൾ, നമ്മുടെ കൈ തൊട്ടാൽ പൊള്ളില്ല എന്നുള്ള ഒരു ചൂടുള്ളപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാം. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് പൊടി കുഴച്ചെടുക്കാൻ. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ റെഡിയായിരിക്കുന്നുണ്ട്. ഇനി ഇതും കൂടി കുഴച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കാം. കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ പല ഷേപ്പിൽ ഉണ്ടാക്കാം കേട്ടോ. ഇത് ഇന്ന ഷേപ്പിലൊന്നും തന്നെ ഇല്ല. ഞാൻ ഇന്നിപ്പോൾ സാധാരണ ഷേപ്പിലല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് വ്യത്യാസമായിട്ടാണ്. ഈ പാൽ കൊഴുക്കട്ട തന്നെ പല ഷേപ്പിലും പല രീതിയിലും ഉണ്ടാക്കാം നമുക്ക്. ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കാം. പിന്നെ വേറെ രീതിയിൽ ഷേപ്പ് വ്യത്യാസം വരുത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പൊടി നനഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയുടെ ചൂടൊന്ന് കുറഞ്ഞു വന്നപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സോഫ്റ്റായിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കി തുടങ്ങാം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഈ ഒരു ബോൾ ഷേപ്പിലാക്കിയിട്ട് തേങ്ങാപ്പാലിൽ വേവിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആവി കയറ്റി വേവിക്കാം. ഞാനിപ്പോൾ ആവി കയറ്റിയാണ് എടുക്കുന്നത്. പക്ഷേ ഞാനിതൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, നടുക്കൊന്ന് പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ വേവിക്കാൻ പോകുന്നത്. ഇതൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. ഞാനിത് ഏലക്കപ്പൊടി പൊടിച്ച് വെച്ചിരുന്ന പാത്രമാണ്, അതുകൊണ്ട് ഇതിലേക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഏലക്കയുടെ ഫ്ലേവറേ വരുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ കുട്ടികളെയും കൂടി കൂട്ടിയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പൊടി ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ട് ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട് കുട്ടികളെ ഏൽപ്പിക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. ചെറിയൊരളവിൽ മാത്രം എടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശർക്കരപ്പാനിയിലും തേങ്ങാപ്പാലിലും ഒക്കെ കിടന്ന് കുക്കായി കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയൊരളവിൽ മാത്രം എടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പാക്കി എടുത്ത് വയ്ക്കുക. അപ്പോൾ ഞാനിത് മുഴുവനും ആക്കി എടുക്കട്ടെ, അതിന് ശേഷമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ.
അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയെല്ലാം എന്താ നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഉരുട്ടി ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമേ ഈ ഇഡ്ഡലി തട്ടിൽ കൊള്ളുള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് ഞാനിവിടെ ഒരു പ്ലേറ്റിലും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിനി ആവി കയറ്റിയെടുക്കാം. ആവി വന്നു കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇഡ്ഡലി തട്ട് നന്നായിട്ട് ആവി വരുമ്പോൾ ഫ്ലെയിം കുറയ്ക്കുക. 10 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുക്കാവും. നമുക്ക് ഈ കൊഴുക്കട്ട കുക്ക് ചെയ്യാത്ത രീതിയിൽ പാൽ കൊഴുക്കട്ട ആക്കാം. പക്ഷേ കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങാപ്പാലിലൊക്കെ വേവിച്ചിട്ട് എടുക്കാം. ആ രീതി നമുക്ക് പിന്നീട് ഒരു ദിവസം കാണാം. ഇതിപ്പോൾ തേങ്ങാപ്പാലിലൊന്നും വേവിക്കാതെ നമ്മൾ ഡയറക്റ്റ് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് വേവിച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പറയാം കേട്ടോ. നമ്മളൊരു പാനിൽ ശർക്കരപ്പാനി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മെൽറ്റ് ചെയ്ത ശർക്കര അരിച്ചെടുത്തിട്ടാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പിടിയെല്ലാം എന്താ കുക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഒന്നും ഒട്ടിപ്പിടിക്കാതെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനിയിലേക്ക് ഈ പിടികൾ ഇട്ട് കൊടുക്കാം. പിടിയുടെ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് ശർക്കരപ്പാനി വേഗം തിളച്ച് വന്നോളും. ശർക്കരപ്പാനിയിലേക്ക് തണുത്തിരിക്കുന്ന പിടിയല്ലല്ലോ, നമ്മൾ ചൂടുള്ള പിടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പിടി ഉണ്ടാക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തടവിയിട്ട് പിടി ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ഞാനപ്പോൾ കയ്യിൽ എണ്ണ പുരട്ടാതെ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകിയിട്ട് കുറച്ച് പിടി ഉണ്ടാക്കുക, കൈ കഴുകുക. ആ ഒരു ഷേപ്പ് ആക്കി എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ഇത് മുഴുവനും ഇനി ഈ ശർക്കരപ്പാനി വലിച്ചെടുക്കട്ടെ. ശർക്കരപ്പാനി ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇത് ബോൾ ഷേപ്പിലും ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. ഇന്ന ഷേപ്പിൽ ചെയ്യാൻ പാടുള്ളൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ ചെയ്തു എന്ന് മാത്രം. ഒരു ചേഞ്ചായിട്ട് നമ്മൾ എപ്പോഴും ബോൾ ഷേപ്പിലല്ലേ ചെയ്യുക. അതിന് പകരം ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഓവർ മധുരം ഉണ്ടാവില്ല കേട്ടോ. ഓവറായിട്ട് മധുരമുള്ള റെസിപ്പി അല്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ പിടിയുടെ എല്ലാ ഭാഗത്തേക്കും ശർക്കരപ്പാനി എത്തുന്ന രീതിയിൽ. ഈ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ പിടിയിലേക്കുള്ള ഏലക്കപ്പൊടി ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് ലാസ്റ്റ് ചേർക്കുക. ഒരു 1/2 ടീസ്പൂണാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. പഞ്ചസാര ചേർത്ത് ഫ്രഷായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ. നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ പിടിയിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചു വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊന്ന് വറ്റി വരുമ്പോൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ വറ്റി നമ്മുടെ പിടിയിലേക്കൊക്കെ നന്നായിട്ട് ശർക്കരപ്പാനി പിടിച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് തേങ്ങയുടെ 2ാം പാൽ ചേർക്കാം. ആദ്യം കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പിടിയും കോഴിക്കറി ഉണ്ടാക്കില്ലേ, ആ രീതിയിലുള്ള പിടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ബോൾ ഷേപ്പിൽ മതി, അതാണ് ഏറ്റവും എളുപ്പം എന്നുണ്ടെങ്കിൽ ആ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുത്തോളൂ. അപ്പോൾ എന്തായാലും ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അരിപ്പൊടിയാണ്, വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ശർക്കരയും തേങ്ങാപ്പാലും അരിപ്പൊടിയും ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ആ ഏലക്കയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ പിടിയുടെ കളറൊക്കെ ഇത് കണ്ടോ, വൈറ്റ് കളറായിരുന്നത് മാറിയിട്ട് ആ ശർക്കരപ്പാനിയുടെ കളറായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ഒരുപാട് കുറുകണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് കുറുകണം. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കണം. 2ാം പാൽ തന്നെ. ഞാനിപ്പോൾ 2ാം പാൽ കുറച്ച് ചേർത്തിട്ടുള്ളൂ, കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേവിക്ക് തിക്നെസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, നമുക്കിങ്ങനെ കോരി സ്പൂണിൽ കഴിക്കുമ്പോൾ ഒരു തിക്നെസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മൾ ഈ പത്തിരി പൊടി അല്ലെങ്കിൽ ഇടിയപ്പം പൊടി, നമ്മൾ പിടി ഉണ്ടാക്കാൻ ഏത് പൊടിയാണോ എടുത്തത് അത് തന്നെ 2 ടേബിൾ സ്പൂൺ എടുത്ത് മിക്സ് ചെയ്ത് വെക്കുക ഈ തേങ്ങാപ്പാലിലേക്ക്, ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാലിലേക്ക്. അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഇത് തിളച്ചും വന്നോളും. ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകണം. അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് തന്നെ ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തേങ്ങാപ്പാലും അരിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുക എന്നുള്ളത്, അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക. വീണ്ടും ഒന്നുകൂടെ തിളച്ച് വരുമ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേ നമുക്ക് ഈ പിടിയിൽ നിന്നുള്ള തിക്നെസ് ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് സെയിം റെസിപ്പി തന്നെ ഗോതമ്പൊടിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഗോതമ്പൊടിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അരിപ്പൊടി തന്നെ കലക്കി ഒഴിച്ചു കൊടുക്കുക. ഗോതമ്പൊടി കലക്കി ഒഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവുന്നതും പെട്ടെന്ന് കുറുകി കിട്ടുന്നതും നമ്മുടെ അരിപ്പൊടി കലക്കി ഒഴിക്കുമ്പോഴാണ്. അപ്പോൾ അതൊന്ന് വീണ്ടും തിളച്ച് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള അരിപ്പൊടി മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി കുറുകി വരട്ടെ. ഇപ്പോൾ തന്നെ നന്നായിട്ട് കുറുകി തുടങ്ങുന്നുണ്ട്.
പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം. താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ആവശ്യമുള്ളവർക്ക് ചേർക്കാം, ആവശ്യമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ മിക്സ് നന്നായിട്ട് തിക്കായി വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് തിളയ്ക്കട്ടെ. ഇതാണ് നമുക്ക് സ്പൂണിൽ കോരി കഴിക്കാൻ പറ്റുന്ന പാകം. പക്ഷെ ഒന്നുകൂടി ഒന്ന് തിളച്ച് ആ അരിപ്പൊടിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. പൊട്ടിത്തെറിക്കും കേട്ടോ തേങ്ങാപ്പാലിൽ നിന്ന്. ചെറുതായിട്ട് ബബിൾസ് ഒന്ന് തെറിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇനി നമ്മൾ നമ്മുടെ ഒന്നാം പാല് ചേർക്കുക. ഒന്നാം പാല് ചേർത്തിട്ട് വേഗം തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ഒന്നാം പാല് കുക്കാവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഏലക്കപ്പൊടി ചേർക്കണം. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇപ്പോൾ കണ്ടോ, വളരെ എളുപ്പത്തിൽ കുറച്ച് ഡിഫറെൻറ്റ് ഷേപ്പിൽ ഒരു പാൽ കൊഴുക്കട്ട റെഡിയായി വന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുഡിംഗ് സെർവ് ചെയ്യുന്ന ബൗളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ പായസം സെർവ് ചെയ്യുന്ന ബൗൾസ്, പിന്നെ നമ്മുടെ പുഡിംഗ് സെറ്റ് വരുന്നുണ്ടല്ലോ, പുഡിംഗ് സെറ്റിലോ അങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ സെർവ് ചെയ്യാം. ചൂടോടെയും സെർവ് ചെയ്യാം, നന്നായിട്ട് തണുപ്പിച്ചിട്ടും സെർവ് ചെയ്യാം. തണുപ്പിച്ചിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് തണുത്ത് വരുമ്പോൾ റൂം ടെമ്പറേച്ചറും ആയി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ചെറുതായിട്ട് തണുപ്പിക്കുക. അതിനുശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാൻ ഞാനിപ്പോൾ 2-3 ഓപ്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ചൂടോടെ സെർവ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് തണുപ്പിച്ച് സെർവ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി ഗസ്റ്റിനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോരുതേ. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ പിടിയും കോഴിക്കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ക്രിസ്മസിനോട് അടുപ്പിച്ച് നമുക്ക് പിടിയും കോഴിക്കറിയൊക്കെ റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.